ഇസ്രായേലിനെതിരെ ജനസൈഡ് എന്ന നെറേറ്റീവിൻ്റെ വീര്യം കുറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഒരു പുതിയ നെറേറ്റീവ് രചിക്കാനുള്ള ശ്രമം അറബ് ലോകത്ത് നിന്ന് ഉണ്ടായിരിക്കുക. പലസ്തീനിയനിസം അഥവാ പലസ്തീൻ വാദം എന്നത് കുറേ ആഖ്യാനങ്ങളാൽ രചിക്കപ്പെട്ടൊരു വലിയ കഥയാണ്. 1964 പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത് വരെ പലസ്തീനികളെന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നില്ല. ഇസ്രായേൽ അറബ് പ്രശ്നമായി അക്കാലം വരെ അറിയപ്പെട്ടിരുന്ന പ്രശ്നം അന്നു മുതൽ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമായി അവതരിപ്പിക്കപ്പെട്ടു. പലസ്തീനികൾ എന്ന ഒരു ജനതയെ തന്നെ, ഒരു ഐഡൻറ്റിറ്റി തന്നെ അതിനായി ഉണ്ടാക്കിയെടുത്തു. പുതിയ നെറേറ്റീവുകളുണ്ടായി. നെറേറ്റീവുകളാകട്ടെ വസ്തുതകളായി മാറ്റപ്പെട്ടു. വാസ്തവത്തിൽ പലസ്തീനിയനിസം എന്നത് പലസ്തീനികളുടെ സ്വൈരജീവിതത്തെ എത്രമാത്രം താറുമാറാക്കി എന്നതിന് ഒക്ടോബർ 7 ശേഷമുണ്ടായ ആ ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ ഗാസയുടെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ മതി. സത്യത്തിൽ പാലസ്തീനിയൻസ് ഡിസേർവ് ബെറ്റർ ലീഡർഷിപ്പ്. ഒരു തരത്തിൽ പറഞ്ഞാൽ പലസ്തീനിയനിസം എന്നത് കുറേ ആഖ്യാനങ്ങൾ മാത്രമല്ല, പുതിയ ആഖ്യാനങ്ങൾക്കായുള്ള നിരന്തരമായ ഒരു അന്വേഷണവും കൂടിയാണ് പലസ്തീനിയനിസം. കാരണം നെറേറ്റീവുകളായതുകൊണ്ട് തന്നെ അവയുടെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. വസ്തുതയല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ആഖ്യാനത്തിനും ആയുസ് അധികം ഉണ്ടാവില്ല. കാലാകാലങ്ങളിൽ രചിക്കപ്പെട്ട നെറേറ്റീവുകളുടെ വീര്യം കുറയുമ്പോൾ പുതിയ നെറേറ്റീവുകൾ രചിക്കേണ്ടതായി വരും. ഈ പലസ്തീൻ വാദത്തിന് അതിനുവേണ്ടി കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടുവന്ന നെറേറ്റീവുകളുടെ ചരിത്രം നോക്കിയാൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായതും ഏറ്റവും പ്രഹരശേഷിയുമുള്ള ഒരു നെറേറ്റീവ് എന്ന ജനസൈഡാണ്, അഥവാ വംശഹത്യാ കുറ്റാരോപണം. പലസ്തീനിയനിസത്തിൻ്റെ ഏറ്റവും വീര്യമുള്ള ആഖ്യാനമാണ് വംശഹത്യ എന്നത്. ഇത് ഒക്ടോബർ 7 ഭീകരാക്രമണത്തെ തുടർന്ന് നടന്ന ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധം മുതൽ കൃത്യമായി രചിക്കപ്പെട്ട ഒരു ആഖ്യാനമാണ്. ഒക്ടോബർ 7 തുടർന്ന് നടന്ന യുദ്ധത്തിനു ശേഷം മാത്രമാണ് വ്യാപകമായി ഈ ഗുരുതരമായ ആരോപണം ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതോടെ പലസ്തീനിയൻ അതോറിറ്റിയും അതുപോലെ ആക്ടിവിസ്റ്റുകളും വംശഹത്യ അല്ലെങ്കിൽ വംശഹത്യ ഉദ്ദേശം എന്ന പദം വളരെ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. തുടർന്നാണ് ദക്ഷിണാഫ്രിക്ക ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ഈ വംശഹത്യ കേസ് നൽകിയതോടെ ഈ നെറേറ്റീവിന് വലിയ സ്വീകാര്യതയും കിട്ടി. ICJ ഇസ്രായേലിൽ വംശഹത്യ നടത്തുന്നു എന്ന് ഇതുവരെ വിധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇസ്രായേലിനെതിരെയുള്ള വംശഹത്യ കുറ്റാരോപണം പലസ്തീനിയനിസത്തിൻ്റെ മുഖ്യധാര ആഖ്യാനമായി മാറി. ജനസൈഡ് എന്ന പദം കുറ്റങ്ങളിൽ ഏറ്റവും ഗുരുതരമായ കുറ്റം എന്ന നിലയിലാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. ജൂതവംശജനായ അഭിഭാഷകൻ റാഫേൽ ലെംകിൻ അദ്ദേഹമാണ് ഈ പദം രൂപപ്പെടുത്തിയത്. ഹോളോകോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ജർമ്മൻ നാസികൾ നടത്തിയ ജൂത കൂട്ടക്കുരുതിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പദം കോയിൻ ചെയ്തത്. 1948 ജനസൈഡ് കൺവെൻഷൻ അതേ വളരെ കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ആ നിർവചനപ്രകാരം ജനസൈഡ് എന്നാൽ ഒരു ദേശീയ, വംശീയ, ജാതി, മത വിഭാഗത്തെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ ഈ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നത് ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ഭീകരാക്രമണം. ഏതായാലും ഇസ്രായേലിനെതിരെ ജനസൈഡ് എന്ന നെറേറ്റീവിൻ്റെ വീര്യം കുറയുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഒരു പുതിയ നെറേറ്റീവ് രചിക്കാനുള്ള ശ്രമം അറബ് ലോകത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പെർമനൻ്റ് അറബ് കമ്മിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് PACHR ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുകയാണ്.
ഇസ്രായേൽ പലസ്തീനികളോട് നടത്തുന്ന പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ജനസൈഡ് എന്ന പദത്തെക്കാളും ശക്തമായ ഒരു പദം സ്വീകരിക്കണമെന്നാണ് ആ നിർദ്ദേശം. കമ്മിറ്റി പറയുന്നത് ഇസ്രായേലിൻ്റെ സൈനിക നടപടികളെ വിവരിക്കാൻ ജനസൈഡ് എന്ന പദത്തിന് പോലും മതിയായ ശക്തിയില്ല എന്നാണ്. ഹോളോസൈഡ് എന്ന പുതിയ പദമാണ് ഈ പെർമനൻ്റ് അറബ് കമ്മിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മുന്നോട്ട് വയ്ക്കുന്നത്. അറബ് ലീഗിലെ പലസ്തീനിൻ്റെ സ്ഥിരം പ്രതിനിധിയായ അംബാസഡർ മുഹന്നദ് അൽ അക്ലൂബ് പറഞ്ഞത് ഹോളോസൈഡ് എന്ന പുതിയ പദം രൂപപ്പെടുത്തിയത് ഗാസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യയുടെ ഇരകളുടെ വിവരണത്താൽ പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്നാണ്. ഈ ഗാസയിലെ ആളുകൾ പലരും ഇസ്രായേലിൻ്റെ ആക്രമണത്തെ ഇസ്ലാമിലെ അന്ത്യനാളിൻ്റെ കൊടും ഭീതി, ഹൊറേഴ്സ് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡേ എന്നതിനോട് തുല്യമായാണ് അനുഭവിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഗാസയിലെ ദുരന്തത്തെ വിവരിക്കാൻ ഹോളോസൈഡ് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. മനുഷ്യാവകാശ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും ഗവേഷണ സാംസ്കാരിക കേന്ദ്രങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും ഈ പുതിയ പദം അവരുടെ പ്രവർത്തനങ്ങളിൽ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും കൂടി ഈ നെറേറ്റീവിനെ കുറച്ചുകൂടി വീര്യമുണ്ടാക്കാൻ സഹായിക്കണമെന്നാണ് ചുരുക്കം. പക്ഷേ ഈ പുതിയ പദത്തിന് പിന്നിൽ മറ്റൊരു ബുദ്ധി കൂടിയുണ്ട്, അല്ലെങ്കിൽ കുബുദ്ധി എന്ന് പറയാം. യൂറോപ്പിൽ നാറ്റ്സികൾ നടത്തിയ ജൂത വംശഹത്യയായ ഹോളോകോസ്റ്റിന് സമാനമായ ഒരു പലസ്തീനിയൻ ചരിത്രം നിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. ഹോളോസൈഡ് എന്ന പദത്തിലെ ഹോളോ എന്നത് ഹോളോകോസ്റ്റ് എന്ന പദത്തിലെ ഹോളോ എന്ന ശബ്ദത്തെ വ്യക്തമായി അനുകരിക്കുന്നുണ്ട്. ഇസ്രായേൽ നാറ്റ്സി ജർമ്മനിയേക്കാൾ ഭീകരമായ കുറ്റങ്ങളാണ് ചെയ്യുന്നത് എന്ന പാലസ്തീനിയൻ നെറേറ്റീവിനെ ശക്തിപ്പെടുത്താൻ ഈ പുതിയ പദം ഉപകാരപ്പെടുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ പദപ്രയോഗത്തിന് വേറെയുമുണ്ട് ചില ഗുണങ്ങൾ. ഹോളോകോസ്റ്റ് കൊണ്ട് ജൂതന്മാർക്ക് കിട്ടുന്ന സഹാനുഭൂതി കുറക്കാൻ ഹോളോസൈഡ് കൊണ്ട് ആവുമെങ്കിലോ? നടക്കുമോ എന്നറിയില്ല. നേരത്തെ അറബി വാക്കായ നക്ബ കൊണ്ട് പലസ്തീനികളുടെ ദുരിതത്തെ ഹോളോകോസ്റ്റിന് തുല്യമാക്കി ഉയർത്താൻ പറ്റുമോ എന്ന് നോക്കിയിരുന്നു. നക്ബ നെറേറ്റീവ് ഇപ്പോഴും പലസ്തീനിയനിസത്തിൻ്റെ പ്രധാന ഇനമാണ് എങ്കിലും നക്ബ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയതിൻ്റെ ചരിത്രം അറബികൾക്ക് തന്നെ ഒരല്പം എംബറാസിങ് ആയതുകൊണ്ട്, ചമ്മലുണ്ടാക്കുന്നത് കൊണ്ട് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന നെറേറ്റീവിന് ഒരു പുഷ് ബാക്ക് ഉണ്ടാവുന്നു എന്ന ഒരു തിരിച്ചറിവ് പലസ്തീനിയനിസ്റ്റുകൾക്ക് ഉണ്ട് എന്ന് തോന്നുന്നു. നക്ബ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം ദുരന്തം അല്ലെങ്കിൽ കറ്റാസ്ട്രഫി എന്നാണ്. ഈ പലസ്തീനിയനിസ്റ്റുകൾ ഇന്ന് അർത്ഥമാക്കുന്നത് പോലെ പലസ്തീനികളുടെ കൂട്ടപ്പലായനത്തെയും ഇസ്രായേലിൻ്റെ സ്ഥാപനത്തെയും കുറിക്കാനല്ല, മറിച്ച് പലസ്തീൻ യുദ്ധത്തിലെ ഈ പോരാട്ടത്തിൽ അറബികൾക്ക് സംഭവിച്ച അല്ലെങ്കിൽ അറബ് സൈന്യത്തിന് സംഭവിച്ച ഒരു ദുരന്തത്തെ വിശേഷിപ്പിക്കാനായിരുന്നു ആ വാക്ക് സുറൈഖ് ഉപയോഗിച്ചത്. അതായത് അറബ് സൈന്യത്തിൻ്റെ ദയനീയമായ പരാജയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ആ പദത്തെ പിന്നീട് പലസ്തീനികളുടെ കൂട്ടപ്പലായനത്തെ പലായനം എന്ന ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. പലസ്തീനിയനിസ്റ്റുകൾ ഓരോരോ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നതിന് പറ്റിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിലൊരു ആ നെറേറ്റീവുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പ്രവണത പുതിയതല്ല. ജനസൈഡ് എന്ന പദം ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധത്തെ തുടർന്ന് ശക്തമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് പലസ്തീനിയനിസ്റ്റുകൾ വ്യാപകമായി ഉപയോഗിച്ച വാക്ക് ഒക്യുപ്പേഷൻ എന്നായിരുന്നു. ജനസൈഡ് എന്നത് ഗാസ യുദ്ധത്തെ തുടർന്ന് ആവശ്യമായ നെറേറ്റീവ് ഉണ്ടാക്കാനാണെങ്കിൽ 1967 ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക്, ഗാസ സിറ്റി, ഈസ്റ്റ് ജെറൂസലം, ഈജിപ്തിൻ്റെ സീനായി, സിറിയയുടെ ഗോലാൻ ഹൈറ്റ്സ് എന്നീ പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കിയതിന് ശേഷമാണ് ഈ ഒക്യുപ്പേഷൻ എന്ന പദം സാധാരണ ഉപയോഗത്തിലേക്ക്, പലസ്തീനിയനിസത്തിൻ്റെ ഉപയോഗത്തിലേക്ക് വന്നത്. 1990കളിൽ എത്നിക് ക്ലെൻസിങ് അഥവാ വംശീയ ശുദ്ധീകരണം എന്ന പദപ്രയോഗത്തിന്
അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രചാരമുണ്ടായി. അതിന് കാരണമുണ്ട്. കാരണം പഴയ കമ്മ്യൂണിസ്റ്റ് യുഗോസ്ലാവിയയുടെ തകർച്ചയെ തുടർന്നുണ്ടായ യുദ്ധങ്ങളായിരുന്നു. 1993 യുഗോസ്ലാവിയൻ യുദ്ധത്തിലെ അതിക്രമങ്ങളെ വിവരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഈ പദത്തിന് ഔദ്യോഗികമായ ഒരു നിർവചനം നൽകിയതോടെയാണ് ഇത് അന്താരാഷ്ട്ര വേദികളിൽ വലിയ പ്രചാരം കിട്ടിയത്. എത്നിക് ക്ലൻസിങ്ങിന് ഒരു പ്രദേശത്തെ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ നീക്കം ചെയ്ത് വംശീയമായി ഏകദാനമാക്കൽ എന്നായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ ആ നിർവചനം. പലസ്തീനിയൻസുകൾ പുതിയ നെറേറ്റീവിനായി 1990-കളിൽ അല്ലെങ്കിൽ 90-കൾ തൊട്ടാണ് എത്നിക് ക്ലെൻസിങ് എന്ന പദം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. 1948 മുതൽ ഇസ്രായേൽ നടത്തിയ പ്രവർത്തനങ്ങളെ പുനർവിവരണം ചെയ്യാൻ ആണ് അത് വ്യാപകമായി ഉപയോഗിച്ചത്. 1948 അറബ് സൈന്യം ഇസ്രായേലിനെതിരെ നടത്തിയ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിൽ നിന്നും പലസ്തീനിലെ അറബികൾക്ക് കൂട്ടപ്പലായനം ചെയ്യേണ്ടി വന്നതും അതുപോലെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിൻ്റെ കുടിയേറ്റങ്ങളും എല്ലാം എത്നിക് ക്ലെൻസിങ് എന്ന നെറേറ്റീവ് കൊണ്ട് പുനരാഖ്യാനം ചെയ്യാൻ കഴിഞ്ഞു. 2000-കളുടെ തുടക്കത്തിൽ പലസ്തീനിയനിസ്റ്റുകൾ വംശീയ ശുദ്ധീകരണം എന്ന നെറേറ്റീവിനെ ഒന്ന് സൈഡാക്കി അപ്പാർത്തൈഡ് അല്ലെങ്കിൽ വംശവിവേചനം എന്ന ആഖ്യാനത്തെ കൂടുതലായി സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ മാറ്റിപ്പിടിക്കാനുള്ള സ്വാധീനം 2001 ഡർബൻ സമ്മേളനമായിരുന്നു. 2001 ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 7 വരെ ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ പേര് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് കോൺഫറൻസ് അഗൈൻസ്റ്റ് റേസിസം, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, xenophobia ആൻഡ് റിലേറ്റഡ് ഇൻടോളറൻസ് എന്നായിരുന്നു. അപ്പാർത്തൈഡ് ഔദ്യോഗികമായി തന്നെ നടപ്പാക്കിയിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ ദക്ഷിണാഫ്രിക്ക. ഞാൻ പറഞ്ഞു വന്നത് നക്ബയും ഒക്യുപ്പേഷനും എത്നിക് ക്ലെൻസിങ്ങും അപ്പാർത്തൈഡും ജനസൈഡും എല്ലാം പലസ്തീനിയനിസത്തിൻ്റെ ആഖ്യാന നിർമ്മാണത്തിന് ആവശ്യമായ ഗ്രാൻഡ് നെറേറ്റീവുകളായി ഇന്നും തുടരുന്നുണ്ട്. എന്നാൽ ഓരോ നെറേറ്റീവുകളുടെയും മാറ്റ് കുറയുമ്പോൾ അല്ലെങ്കിൽ പഴയ നെറേറ്റീവുകളെ പുനരാഖ്യാനം ചെയ്യാൻ പറ്റുന്ന പുതിയ പദപ്രയോഗങ്ങൾ ലഭ്യമാവുമ്പോൾ, അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അവ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് പലസ്തീനിയനിസത്തിനുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ മറ്റൊരു പുനരാഖ്യാനം ആവശ്യമാണെന്ന് തോന്നുന്നത് വരെ പലസ്തീനിയനിസത്തിൻ്റെ ഏറ്റവും പുതിയ ഗ്രാൻഡ് നെറേറ്റീവായി ഹോളോസൈഡ് എന്ന പദം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.